ജനങ്ങളെ, ജനമേജയ മഹാരാജാവ് നടത്തിയ ദേവീ മഖം എന്ന് പറഞ്ഞാല് അറിയാലോ, യാഗം. അതോടുകൂടി ഈ ഗംഭീരമായ അതിമനോഹരമായ അതിമഹത്തരമായ ദേവിയുടെ ഈ വർണ്ണന ഒക്കെ നമുക്ക് ദേവിയുടെ പാദങ്ങളിൽ വെച്ച് സമർപ്പിക്കാം. ദേവി ഭാഗവതം എന്ന് ഈ മഹത്ഗ്രന്ഥം ഇങ്ങനെ പറയാനും ഭജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും അവസരം തന്ന ആ ദേവിയുടെ തൃപ്പാദപത്മങ്ങളിലും എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദപത്മങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് നമ്മൾ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. വ്യാസമഹാശയൻ പറയുകയാണ്, രാജൻ ചോദിച്ചതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ? പണ്ട് നാരദ മഹർഷി ശ്രീനാരായണ ഋഷിയോട് ചോദിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് വിസ്തരിച്ച് പറഞ്ഞു തന്നില്ലേ? അത്യന്തം അത്ഭുതമുളവാക്കുന്ന ഈ ദേവി ഭാഗവത പുരാണം കേൾക്കുന്നവൻ കൃതാർത്ഥനാവുകയും ചെയ്യും, ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാവുകയും ചെയ്യും. രാജൻ, അച്ഛൻ്റെ ദുർഗതിയോർത്ത് സങ്കടത്തിലായല്ലോ അല്ലേ? അച്ഛൻ്റെ സദ്ഗതിക്കായി അങ്ങ് അമ്പായത്നം നടത്തുക. സർവോത്തമമായ ദേവി മന്ത്രം സ്വീകരിച്ചാലും വിദ്യാമ്പണ്ണം ആ മന്ത്രം ജപിച്ചാൽ ജന്മം സഫലമാകും. സർപ്പം കടിച്ചു മരിച്ചാൽ ഗതിയില്ലെന്ന് ഭുവനത്തിങ്കലുണ്ട് എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് സർപ്പം കടിച്ചിട്ട് അച്ഛൻ മരിച്ചുവല്ലോ, എൻ്റെ അച്ഛന് ഇങ്ങനൊരു ഗതി വന്നല്ലോ എന്ന് അങ്ങ് സങ്കടപ്പെടണ്ട. അതുകൊണ്ട് ദേവിയുടെ പേരിലൊരു മഖം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ സൂതൻ പറയുന്നു, പിന്നീട് ഒരാൾ പറയും. അങ്ങനെയാണല്ലോ നമ്മുടെ പുരാണ കഥകളൊക്കെ പോകുന്നത്. മുനിശ്രേഷ്ഠനായ വ്യാസമുനി ഇപ്രകാരം പറഞ്ഞപ്പോൾ ജനമേജയ രാജാവ് ദീക്ഷാവിധി പ്രകാരം ദേവീ മന്ത്രം പ്രണവത്തോടുകൂടി വ്യാസമഹർഷിയിൽ നിന്ന് സ്വീകരിച്ചു. പിന്നീട് നവരാത്രിയുടെ ആരംഭത്തിൽ ധൗമ്യൻ തുടങ്ങിയ ഋഷീശ്വരന്മാരെ ക്ഷണിച്ചു വരുത്തി. ഒട്ടും ലോഭം കൂടാതെ രാജാവ് അമ്പായത്നം ആരംഭിച്ചു. ഈ ഉത്തമമായ ദേവീ ഭാഗവതം പുരാണം ബ്രാഹ്മണരെ കൊണ്ട് പാരായണം ചെയ്യിച്ചു. സുവാസിനികള്, കുമാരിമാര്, വടുകന്മാര്, ബ്രാഹ്മണന്മാര് തുടങ്ങിയവർക്ക് മൃഷ്ടാന്ന ഭോജനം കൊടുത്തു, ധാരാളം ധനവും കൊടുത്തു സന്തോഷിപ്പിച്ചു. യാഗമെല്ലാം മംഗളമായി സമർപ്പിച്ചു. അതിനുശേഷം രാജാവ് സ്വസ്ഥാനത്ത് ചെന്ന് ഇരുന്നപ്പോൾ ആകാശമാർഗത്തിലൂടെ അതാ ദേവർഷി നാരദൻ വരുന്നു. കത്തുന്ന തീജ്വാല പോലെ തേജസ്വിയായ നാരദൻ തന്റെ മഹതി എന്ന വീണയും വെട്ടി വന്നിറങ്ങിയത് കണ്ടപ്പോൾ രാജാവ് സസംഭ്രമം എഴുന്നേറ്റ് ആസനം കൊടുത്തിരുത്തി. അർഘ്യപാദ്യങ്ങൾ നൽകി പൂജിച്ചു. കുശലപ്രശ്നം ചെയ്ത ശേഷം ഇവിടത്തേക്ക് വരാനുണ്ടായ കാരണം അദ്ദേഹം ആരാഞ്ഞു. ദേവർഷേ, അങ്ങയുടെ വരവിന് പ്രത്യേകം വല്ല ഉദ്ദേശവും ഉണ്ടോ? അല്ല, അങ്ങേക്ക് എപ്പോഴും എവിടെയും പോകാമല്ലോ, ആരും അങ്ങേ തടുക്കുന്നവരില്ല. എന്നാലും വല്ല ഉദ്ദേശവും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. അങ്ങയുടെ ദർശനത്താൽ ഞാൻ കൃതാർത്ഥനാവുകയും ചെയ്തു, ധന്യനുമായി. രാജാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദേവർഷി പറഞ്ഞു, രാജൻ, ഞാൻ ഇന്ന് ദേവലോകത്തിൽ വെച്ച് ആശ്ചര്യകരമായൊരു സംഭവം കാണാനിടയായി. എന്താ അത് കണ്ട് വിസ്മയം പൂണ്ട ഞാൻ അത് അങ്ങേ അറിയിക്കാനാണ് ധൃതി പിടിച്ചോടി വന്നത് കേട്ടോ. സ്വന്തം കർമ്മഫലം കൊണ്ട് ദുർഗതി പ്രാപിച്ച അങ്ങയുടെ പിതാവ് ദിവ്യരൂപം ധരിച്ച് അപ്സരസ്സുകളാലും ദേവന്മാരാലും പരിസേവിതനായും സ്തുതിക്കപ്പെട്ടും അത്യുത്തമമായ വിമാനത്തിൽ മണിദ്വീപിലെത്തിച്ചേർന്നു. അത് നമ്മുടെ അങ്ങയുടെ അമ്പായത്നത്താലും ദേവീ ഭാഗവത ശ്രവണത്താലും അങ്ങയുടെ പിതാവിന് സദ്ഗതി ലഭിച്ചു. നീ ധന്യനും കൃതകൃത്യനുമായി. നിന്റെ ജന്മം സഫലമായി മഹാരാജാവേ. നരകത്തിൽ നിന്ന് നീ നിന്റെ അച്ഛനെ ഉദ്ധരിച്ചത് കൊണ്ട് നിന്റെ കീർത്തി വിണ്ണിലും പ്രസിദ്ധമായി. പുത്രൻ എന്നുള്ള ധർമ്മം നീ അനുഷ്ഠിച്ചുവല്ലോ. സൂതൻ പറയുന്നു, നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ജനമേജയ രാജാവ് ഭക്തിപൂർവ്വം വ്യാസമഹർഷിയെ നമസ്കരിച്ച് ഗദ്ഗദകണ്ഠനായി പറഞ്ഞു, മുനിശ്രേഷ്ഠ, അങ്ങയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ധന്യനായത്. ഇന്ന് പ്രത്യുപകാരമായി നമസ്കരിക്കുകയല്ലാതെ എന്താണ് എനിക്ക് സമർപ്പിക്കാനുള്ളത്? അങ്ങ് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം നാരദ മഹർഷിയെ നമസ്കരിച്ചു. നല്ലൊരു വാർത്തയും കൊണ്ടല്ലേ അദ്ദേഹം വന്നിട്ടുള്ളത്. രാജാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ വ്യാസൻ പറഞ്ഞു, വേദവ്യാസ മഹർഷി, രാജൻ, എല്ലാം ഉപേക്ഷിച്ചും ദേവീപാദംബുജം ധ്യാനിക്കുക. ഭക്തിപൂർവ്വം ദേവീ ഭാഗവതം നിത്യം പാരായണം ചെയ്യുക.
ഭക്തിപൂർവം എന്നും അമ്പായത്നം ശ്രദ്ധയോടും ഉത്സാഹത്തോടും നടത്തണം. ഇപ്രകാരം ചെയ്ത അനായാസേന സംസാര ദുഃഖത്തിൽ നിന്ന് വിമുക്തനാകുക. മറ്റു പുരാണങ്ങൾ ഒന്നിനും തന്നെ ഈ പുരാണത്തിന്റെ 16 മാഹാത്മ്യം വരികയില്ല എന്ന് പറയപ്പെടുന്നു. അതങ്ങനെയാണ്. ദേവീ ഭക്തന്മാരിങ്ങനെ പറയും. വിഷ്ണു ഭക്തന്മാര് ഭാഗവതം, വിഷ്ണു ഭാഗവതമില്ല, നമ്മുടെ മഹാഭാഗവതം, അതിനാണ് പ്രാധാന്യം എന്ന് പറയും. ശിവഭക്തന്മാര് ശിവന്റെ കഥകൾക്കാണ് പ്രാധാന്യം എന്ന് പറയും. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം, എല്ലാവരും പ്രാധാന്യം ഉള്ളവർ തന്നെയാണ്. വേദപുരാണങ്ങൾക്കൊക്കെ സാരഭൂതമായി ഈ പുരാണം മൂലപ്രകൃതിയായ പരമേശ്വരിയെ പറ്റിയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വേറെ ഏത് പുരാണം ഇതിന് സമമായി തീരും എന്ന് പഠിച്ചാൽ വേദം പഠിക്കുന്നതിന് തുല്യമായ പുണ്യം ലഭിക്കുമോ? അതാണ് പ്രയത്നം ചെയ്തും പഠിക്കേണ്ടത് എന്ന് പറയുന്നു. ഇപ്രകാരം രാജാവിനോട് പറഞ്ഞതിന് ശേഷം വേദവ്യാസ മഹർഷി അവിടെ നിന്ന് യാത്രയായി. സൗമ്യാദമനും ശ്രേഷ്ഠന്മാരും സുസ്ഥാനങ്ങളിലേക്ക് പോയി. അവിടെ കൂടിയിരുന്ന സർവരും ഈ ദേവീ ഭാഗവതത്തിന്റെ പുണ്യത്തെ പ്രശംസിച്ചു. ഒരുപാട് ആൾക്കാർ കേട്ടുമല്ലോ. ദേവീ ഭാഗവതം നിത്യം പാരായണം ചെയ്തും മനനം ചെയ്തും അമ്പായത്നം നടത്തിയും സന്തുഷ്ടചിത്തനായ രാജാവ് രാജ്യം ഭംഗിയായി ഭരിച്ചു എന്നുള്ള പ്രകരണത്തോടുകൂടി പരീക്ഷത്തിന്റെ പരീക്ഷത്തിന് ഉദ്ധരിക്കല് ചെയ്തത് മകൻ എന്നുള്ള ഈ 13-ാം അധ്യായം ദേവീപാദങ്ങളിൽ സമർപ്പിച്ചു. നമ്മൾ 14-ാമത്തെ അധ്യായത്തിൽ കഥ ഉപസംഹരിക്കുകയാണ്. പുരാണ ഫല ദർശനം, അതാണ് ഇതിന്റെ പേര്. ദേവിയുടെ മുഖപത്മത്തിൽ നിന്ന് അർത്ഥശ്ലോകമായിട്ടാണ് വേദതത്വാർത്ഥ ബോധകമായ ദേവീ ഭാഗവതം നിർഗളിച്ചത്. പണ്ട് വിഷ്ണു ക്ഷീരസമുദ്രത്തിൽ ലാലിലയിൽ ശയിക്കുമ്പോഴാണ് ഈ അർദ്ധശ്ലോകം ദേവി വിഷ്ണുവിന് ഉപദേശിച്ചത്. ഒരു ശ്ലോകത്തിന്റെ പകുതി. ആ അർദ്ധശ്ലോക ഭാഗവതത്തെ ബ്രഹ്മാവ് 100 കോടി ശ്ലോകം കൊണ്ട് വിസ്തരിച്ചു. വ്യാസമഹർഷി അതിന്റെ സാരാംശമെല്ലാം എടുത്ത മകനായ ശുഖബ്രഹ്മർഷിക്കു വേണ്ടി 12 സ്കന്ധങ്ങളും 18,000 ശ്ലോകവുമാക്കി സംഗ്രഹിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒരു ശ്ലോകം ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത്. ബ്രഹ്മാവ് 4 ശ്ലോകം. ബ്രഹ്മാവ് രചിച്ച വിസ്തൃതമായ ഭാഗവതം ദേവലോകത്തിൽ നിന്നുമുണ്ടത്രേ. ഇത്രമാത്രം പുണ്യമുള്ളതും പാപനാശകവുമായ പുരാണം വേറെ ഇല്ല തന്നെ. ഈ പുണ്യഗ്രന്ഥത്തിൽ ഓരോ പദവും അശ്വമേധം അനുഷ്ഠിച്ചാലുള്ള ഫലത്തിന് സമമാണ്. ശ്രീമദ് ഭാഗവതത്തിന് തുല്യം തന്നെയാണ് ദേവീ ഭാഗവതവും എന്ന് പറഞ്ഞിരിക്കുന്നു. പുരാണജ്ഞനായ ആചാര്യന് വ്യാസമഹർഷിയെ പോലെ തന്നെ കരുതി പൂജിക്കണം. വസ്ത്രം, ആഭരണം തുടങ്ങിയവ നൽകി പൂജിച്ച് ശ്രദ്ധയോടെ ഈ പുരാണം പഠിക്കണം. ഈ പുരാണം സ്വയം എഴുതിയിട്ടോ ആരെ കൊണ്ടെങ്കിലും എഴുതിച്ചിട്ടോ വ്രതദീക്ഷയോടുകൂടി പൗരാണികന് സ്വർണ്ണപ്പലകമേൽ വെച്ച് ദക്ഷിണയോടുകൂടി കന്യമാസത്തിലെ പൗർണമിയിൽ സമർപ്പിക്കണം. പിങ്കള നിറത്തിലുള്ള കറുക്കുന്ന പശുവിനെ അലങ്കരിച്ച് പശുക്കുട്ടിയോടുകൂടി ദാനം ചെയ്യണം. ഇതിൽ എത്ര അധ്യായമുണ്ടോ അത്രയും ബ്രാഹ്മണർക്കും സുവാസിനികളായ കുമാരിമാർക്കും വടുകന്മാർക്കും മൃഷ്ടാന്ന ഭോജനം നൽകണം. അവരെ ദേവി തന്നെയാണെന്ന് കരുതി വസ്ത്രം, ആഭരണം, പായസം, ചന്ദനം, മാല, പൂക്കൾ എന്നിവ കൊണ്ട് പൂജിക്കണം. പ്രകാരം ചെയ്താൽ ഭൂദാനം ചെയ്ത ഫലം കിട്ടും. ഭൂമി ദാനം ചെയ്ത അതേ ഫലം കിട്ടും. മാത്രമല്ല ഇഹലോകത്തിൽ സൗഖ്യവും കിട്ടും. അത് കഴിഞ്ഞാൽ ദേവീപദം പ്രാപിക്കുകയും ചെയ്യാം. നിത്യം ദേവീ ഭാഗവതം പാരായണം ചെയ്യുന്നവർക്ക് ഒരു കാര്യവും സാധിക്കാതെ വരില്ല. പുത്രന്മാരില്ലാത്തവൻ പുത്രവാനാവും. ധനം ആഗ്രഹിക്കുന്നവന് ധനം ലഭ്യമാകും. വിദ്യാർത്ഥിയാണെങ്കിൽ സകല വിദ്യയും കരസ്ഥമാകും. ഈ ലോകത്ത് എന്താണ് വേണ്ടത് അതൊക്കെ ലഭിക്കും. എല്ലാ യശസ്സും. ചുരുക്കി പറഞ്ഞാൽ ദേവീ ഭാഗവത പുരാണ ശ്രവണം വളരെ 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 പുണ്യത്തെ പ്രദാനം ചെയ്യുന്നതാണെന്ന് പറയുന്നു. ഈ ഗ്രന്ഥം പൂജിക്കുന്ന ഗൃഹത്തിൽ നിന്ന് ലക്ഷ്മിയും സരസ്വതിയും വിട്ടുമാറുകയേയില്ല. ഭൂതപ്രേത പിശാചുക്കൾ തിരിഞ്ഞു നോക്കുകയില്ല. ജ്വരമുള്ള ഒരാളെ തൊട്ട് ഈ ഭാഗവതം വായിച്ചാൽ അവന്റെ കഠിന ജ്വരവും കൂടി ഇല്ലാതാകും. 41 ദിവസം ഈ പുരാണം പാരായണം ചെയ്യുകയാണെങ്കിൽ ജ്വരം പിന്നീട് ഒരിക്കലും ബാധിക്കുകയില്ല. അതായത് പനി 100 ആവർത്തി വായിച്ചാൽ ക്ഷയരോഗം കൂടി മാറിക്കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നു. ശുഭാശുഭങ്ങൾ അറിയാനും ശകുനം നോക്കാനും ഈ ഗ്രന്ഥം കൊണ്ട് സാധിക്കും. നവരാത്രിക്ക് ഈ ദേവീ ഭാഗവത പുരാണം ഭക്തിപൂർവ്വം പാരായണം ചെയ്യുകയാണെങ്കിൽ
ദേവി പ്രസന്നയായി അവൻ ആഗ്രഹിച്ചതിലധികം ഫലം നൽകും. സന്ധ്യക്ക് സന്ധ്യാവന്ദനാദികൾ ചെയ്ത ശേഷം ഭാഗവതം ഓരോ അധ്യായമെങ്കിലും പാരായണം ചെയ്താൽ അവൻ ജ്ഞാനിയായി തീരും. വൈഷ്ണവരും ശൈവരും ലക്ഷ്മിയുടെയും ഉമ്മയുടെയും പ്രീതിക്കായും സൗരരും ഗാണഭക്തരും തങ്ങളുടെ ദേവതകളുടെ പ്രീതിക്കായും 4 നവരാത്രികളിൽ ഈ പുരാണം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പാരായണം ചെയ്യേണ്ടതാണ്. ഗായത്രി ജപനിഷ്ഠന്മാർ നിത്യവും ഈ പുരാണ പാരായണം നിർബന്ധമായും ചെയ്യേണ്ടതാണ്. വേദജ്ഞരെ, ഈ പുണ്യപുരാണം വേദത്തിന് സമമാണ് കേട്ടോ. സ്ത്രീശൂദ്രന്മാർക്ക് ഈ പുരാണം പാരായണം ചെയ്യുവാൻ അറിയില്ലെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കുകയെങ്കിലും ചെയ്താൽ മതി. സച്ചിദാനന്ദ രൂപിണിയും ഗായത്രി പ്രതിപാദിതയും ഹ്രീം ബീജവാച്യയുമായ ആ ദേവിയെ ഞാൻ പ്രണമിക്കുന്നു. ആ ദേവി നമ്മുടെ ബുദ്ധിക്ക് മിഴിവേകട്ടെ. ഇപ്രകാരം സൂതൻ നൈമിശാരണ്യത്തിലെ ഋഷിമാരോട് പറഞ്ഞപ്പോൾ അവർ പൗരാണികോത്തമനായ സൂതനെ ഉത്തമമായ രീതിയിൽ പൂജിച്ചു. ദേവി പാദാംബുജം ധ്യാനിക്കുന്നവരും പ്രസന്ന ചിത്തരുമായവരെല്ലാം ഈ പുരാണ പ്രഭാവത്താൽ നിർവൃതി നേടി. സംസാര സാഗരം തരണം ചെയ്യുവാൻ അങ്ങ് തന്നെയാണ് ഉത്തമമായ തോണി എന്ന് ആദരപൂർവ്വം ആവർത്തിച്ച് പറഞ്ഞിട്ട് അവർ സൂതനെ വീണ്ടും 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 നമസ്കരിച്ചു. പ്രകാരം സകല വേദതത്വങ്ങളും ഉൾക്കൊള്ളുന്നതും പരാശക്തിയെ സംബന്ധിച്ചതുമായ ഈ പുരാണം സൂതൻ നൈമിശാരണ്യത്തിലെ ഋഷിമാർക്ക് ഉപദേശിച്ചു. അതിനുശേഷം വിനയാനിതരായ മുനിമാരെ അനുഗ്രഹിച്ച് അവർക്ക് ആശിസ്സുകൾ നേർന്നുകൊണ്ട് ജഗദംബയുടെ പദകമല ഭൃംഗമായ സൂതമഹാശൻ അവിടെ നിന്ന് യാത്രയായി. പുരാണ ഫലദർശനം എന്ന 14-ാം അധ്യായം മഹാദേവിയുടെ തൃപ്പാദപത്മങ്ങൾ സമർപ്പിച്ച് അങ്ങനെ ശ്രീദേവി ഭാഗവതം എന്ന ഈ പുരാണ ഗ്രന്ഥം എങ്ങനെയും പറഞ്ഞു തീർക്കാൻ ദേവിയുടെയും എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെയും അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിച്ചു. ആരൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിൻ്റെ ഫലം കൊടുക്കണേ മഹാദേവി എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് എല്ലാം ജഗദമ്പക്ക് അർപ്പണം. ദേവിയുടെ ഒരു മഹാലക്ഷ്മിയുടെ ഒരു കനകധാരാസ്തവം ഉണ്ടല്ലോ, അതും കൂടി പാരായണം ചെയ്യാം. നമുക്ക് 21 ശ്ലോകം. അതൊരു ഇല്ലത്ത് അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ഇല്ലത്ത് ഭഗവതി ഭിക്ഷാന്തി എന്ന് പറഞ്ഞ് പോയ സമയത്ത് അവിടെ ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല അത്രേ. അപ്പൊ അവിടുത്തെ അമ്മ, ഇല്ലത്തമ്മ, ഒരു ഉണങ്ങിയ നെല്ലിക്ക കിട്ടിയത് കൊണ്ട് കൊടുത്തു. അപ്പൊ അത് ഉള്ളം കയ്യിൽ വെച്ച് അദ്ദേഹം ചൊല്ലിയതാണ് ഈ ശ്ലോകം. ആ പിന്നെ ആ ഇല്ലത്ത് ഐശ്വര്യത്തിന്റെ എന്താ പറയാ മഴ തന്നെയായിരുന്നു എന്ന് പറയാം, ഐശ്വര്യത്തിന്റെ മഴ. അത് നമുക്കൊന്ന് എന്തായാലും നോക്കാം. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരവാംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ മുഗ്ധാ മുഹുർവിദധതീവദനേ മുരാരേ പ്രേമത്രപാ പ്രണഹിതാനി ഗദാഗദാനി മാലാദൃശോർമധുഗരീവ മഹോൽപലേയ സ്വാമേ ശ്രിയം ദിശതു സാഗര സംഭവായ ആമീലിതാർത്ഥമധിഗമ്യ മുദാ മുകുന്ദമാനന്ദമന്ദമനിമേഷമനംഗതന്ത്രം ആകേകരസ്ഥിതഗനീനികപക്ഷ്മനേത്രം ഭൂത്തി ഭവേന്മമ ഭുജംഗശയാങ്കനായ ബാഹുന്തരേ മധുരിതശ്രിതകൗസ്തുഭേയ ഹാരാവലീവ ഹരിനീലമയീ വിഭാതി കാമപ്രദാ ഭഗവതോപി കടാക്ഷമാല കല്യാണമാവഹതു മേ കമലാലയായ കാളാംബുദാളിലളിതോദസികൈടഭാരേ ധാരാധരി സ്ഫുരതിയാ തടിതം ഗനേവ മാതുസ്സമസ്ത ജഗതാം മഹനീയമക്ഷി ഭദ്രാണി മേ ദിശതു ഭാർഗവനന്ദനായ പ്രാപ്തം പദം പ്രഥമത ഖലു യത് പ്രഭാവാത് മംഗല്യഭാജി മധുമാതിനി മന്മഥേന മയ്യാവതെത്തധിക മന്ധരമേക്ഷണാർത്ഥം മന്ദാക്ഷസാക്ഷി മകരാകര കന്യകായ വിശ്വാമരേന്ദ്രപദ വിഭ്രമ ദാനദക്ഷമാനന്ദഹേതുരധികം മധുവിദ്വിഷോ അപി ഈഷം നിഷീദതുമൈക്ഷണമേക്ഷണാർത്ഥം ഇന്ദീവരോദര സഹോദരമിന്ദിരായ
ഇഷ്ടാവിശിഷ്ടമതയോ വിനരായ യാദ്രാക് ദുഷ്ടാ ത്രിവിഷ്ടപദം സുലഭം ലഭന്തി ദൃഷ്ടിപ്രഹിഷ്ടകമലോദരദീപ്തിരിഷ്ടാം പുഷ്ടിം കൃഷീഷ്ടമമ പുഷ്കരവിഷ്ടരായാः ദദ്യാദയാനുപവനോ ദ്രവിണാംബുധാരാ മസ്മിന്ന കിഞ്ചന വിഹംഗശിശൗ നിഷണ്ണേ ദുഷ്കർമ്മ കർമ്മമപനീയ ചിരായ ദൂരാ നാരായണ പ്രണയിനീ നയനാംബുവാഹ ഗീർദേവതേതി ഗരുഡധ്വജഭാമിനീതി ശാകംഭരീതി ശശിശേഖരവല്ലഭേതി സൃഷ്ടിസ്ഥിതി പ്രളയസിദ്ധിഷു സംസ്ഥിതായൈ തസ്യൈ നമ ത്രിഭുവനേകപുരോത്തരുണ്യൈ ശ്രുത്യൈ നമോസ്തു ശുഭകർമ്മഫലപ്രസൂത്यै ശക്തിൈ നമോസ്തു രമണീയഗുണാശ്രയാयै ശക്തിൈ നമോസ്തു ശതപത്രനികേതനാयै പുഷ്ടിൈ നമോസ്തു പുരുഷോത്തമവല്ലഭാयै നമോസ്തു നാളീകനിപാനനാयै നമോസ്തു ദുഗ്ധോദധിജന്മഭൂമൈ നമോസ്തു സോമാമൃതസോദരാयै നമോസ്തു നാരായണവല്ലഭാयै നമോസ്തു ഹേമാംബുജപീഠികാयै നമോസ്തു ഭൂമണ്ഡലനായികാयै നമോസ്തു ദേവാദിദയാപരാयै നമോസ്തു ശാർഗായുധവല്ലഭാयै നമോസ്തു ദേവ്യൈ ഭൃഗുനന്ദനാयै നമോസ്തു വിഷ്ണോരുരസിസ്ഥിതാयै നമോസ്തു ലക്ഷ്മീ കമലാലയാयै നമോസ്തു ദാമോദരവല്ലഭാयै നമോസ്തു കാന്തേ കമലേക്ഷണാयै നമോസ്തു ഭൂതേ ഭുവനപ്രസൂതേ നമോസ്തു ദേവാദിവിരർച്ചിതാयै നമോസ്തു നന്ദാത്മജവല്ലഭാयै സമ്പത്കരാണി സകലേന്ദ്രിയനന്ദനാനി സാമ്രാജ്യദാനവിഭവാനി സരോരുഹാക്ഷി സുദ്വന്ദനാനി ദുരിതാഹരണോദ്യതാനി മാമേവ മാതരനിശം കലയന്തു മാന്യേ യത്കടാക്ഷസമുപാസനാസിതി സേവകസ്യ സകലാർത്ഥസമ്പദ സന്തനോതു വചനംഗമാനസേ ത്വാം മുരാരിഹൃദേശ്വരീം ഭജേ സരസിജനിലേ സരോജഹസ്തേ ധവളരമാം ശുഭഗന്ധമാല്യശോഭേ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവനഭൂതികരീ പ്രസീദമഹ്യം ദീർഘസ്ഥിതിഃ കനകകുംഭമുഖാവസൃഷ്ട തുർവാഹിനീ വിമലചാരുജലാപ്ലുതാംഗിം പ്രാതർനമാമി ജഗദാം ജനനീം അശേഷലോകാധിനാഥ ഗൃഹിണീമമൃതാബ്ധിപുത്രീം കമലേ കമലാക്ഷവല്ലഭേതി കരുണാപൂരതരംഗിതൈരപാംഗൈ അവലോകയ മാമകിഞ്ചനാനാം പ്രഥമം പാത്രമകൃത്രിമം ദയായ ദേവീ പ്രസീദ ഭുവനേശ്വരി ലോകമാത കല്യാണഗാത്രി കമലേക്ഷണ ജീവനാദേ ദാരിദ്ര്യഭീതഹൃദയം ശരണാഗതം മാം ആലോകയ പ്രതിദിനം സതയൈരപാംഗൈ സുഗന്ധിയെ സ്തുതിഭിരമോഭിരന്വഹം ത്രയീമയീം ത്രിഭുവനമാതരം രമാം ഗുണാധികാ ഗുരുധനധാന്യഭാഗിനോ ഭവന്തി തേ ഭവമനുഭാവിതാശയാ. ശ്രീ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് ഇത് പാരായണം ചെയ്യുന്ന എല്ലാവർക്കും, എനിക്കും അതുപോലെ ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കും സർവമംഗളം ധനധാന്യ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് മഹാലക്ഷ്മിയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേവീഭാഗവതം എന്ന ഈ മഹാഗ്രന്ഥം, ഈ പുണ്യഗ്രന്ഥം ജഗദംബികയുടെ പ്രസാദപത്നങ്ങളെ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി
ശാന്തി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബികായൈ നമോ നമഃ. സ്വസ്തിന സ്വസ്തിന സ്വസ്തിന. സുഖിന സുഖിന സുഖിന. എല്ലാവർക്കും ലോകത്തുള്ള സകല ജനങ്ങൾക്കും സുഖവും സന്തോഷവും അതുപോലെ സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് ജഗദംബിയോട് പ്രാർത്ഥിക്കുന്നു.